നിരന്തരം രാഷ്ട്രീയ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ കണ്ടന്റ് ഒരു സ്വർണ്ണക്കടയുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യത്തെക്കുറിച്ചാണ്. ആ പരസ്യത്തെക്കുറിച്ച് മിസ്ലീഡിംഗ് പരസ്യങ്ങൾ നമ്മൾ പലതും കാണാറുണ്ട്. പക്ഷേ ഈ പരസ്യം നമ്മൾ ഒരുപാട് വഴിതെറ്റിക്കുന്ന പരസ്യമാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ഇത് നിരന്തരം ഞാൻ കേൾക്കാറുണ്ട്. കാരണം ഞാൻ കാറിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്ന സമയത്ത് FM കേൾക്കാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ FM ചാനലുകളിൽ ഒന്നിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഈ പരസ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിലെ മാത്രമല്ല, മിക്കവാറും എല്ലാ FM-ലും ആ പരസ്യം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നീട് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേൾക്കുന്നില്ല. ആരെങ്കിലും ഒരുപക്ഷെ പരാതി അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കൊടുത്തത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് പിന്നീട് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരാതി കൊടുക്കാം. അപ്പൊ പരാതി കൊടുത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആ ആഡ് ഞാൻ വലുതായിട്ട് കേൾക്കുന്നില്ല. അപ്പൊ അവർ പിൻവലിച്ചോ എന്ന് എനിക്ക് വലിയ ഷുവർട്ടി ഇല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആ ജ്വല്ലറിയുടെ പേര് പറയുന്നില്ല. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഒരു 3 ജ്വല്ലറി ശൃംഖലകളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു ആഗോള ബ്രാൻഡാണ്. പക്ഷെ ഇവന്മാര് കൊടുത്തിരിക്കുന്ന പരസ്യം എന്താണെന്ന് അറിയാമോ? ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ആണ് ഈ പരസ്യം പറയിക്കുന്നത്. അതായത് നിങ്ങൾ സ്വർണം പണയം വയ്ക്കരുത്. സ്വർണം പണയം വയ്ക്കുന്നത് നിങ്ങൾക്ക് വലിയ ടെൻഷന് കാരണമാവും. സ്വർണം പണയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടെൻഷന് കാരണമാവുന്നുള്ളത് കൊണ്ട് തന്നെ സ്വർണം വിൽക്കുകയേ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്വർണം ഞങ്ങളെ ജ്വല്ലറി കൊണ്ടുവന്ന് തരുമോ, ഞങ്ങൾ അതിന് വളരെ വലിയ വാല്യൂ തരാം, അതിൻ്റെ ഏറ്റവും മികച്ച വില തരാം. അപ്പം നിങ്ങൾ എല്ലാവരും സ്വർണം വന്ന് വിൽക്കണം ഞങ്ങളുടെ ജ്വല്ലറി ഷോറൂമിൽ. അല്ലാതെ സ്വർണം കീപ്പ് ചെയ്യാൻ പാടില്ല മീൻസ് നമ്മളുടെ പണയമായിട്ട് കീപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പണയമായിട്ട് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് മാനസിക ടെൻഷൻ ഉണ്ടാക്കും. ഇതാണ് ഉള്ളടക്കം. ഇത് 2-3 ദിവസം കൊണ്ട് ഞാൻ ഈ ആഡ് കേട്ടിട്ട് അപ്പോഴേ എനിക്കിത് വലിയൊരു സമൂഹത്തിന് വളരെ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ആഡായിട്ട് തോന്നിയത് ഉണ്ട്. ഞാൻ അതിലൊരു വീഡിയോ ചെയ്യാതിരിക്കായിരുന്നു. അപ്പം ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുക. ആ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയാമോ? അതിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ സ്വർണം പണയം വയ്ക്കുന്നത് ഭയങ്കരമായിട്ട് കൂടി, വിൽക്കുന്നത് കുറഞ്ഞു വന്നു. അപ്പൊ ജ്വല്ലറി പറയുന്നതാണ് സ്വർണം പണയം വയ്ക്കരുത്, സ്വർണം വിൽക്കണം. അതേസമയത്ത് ഹിന്ദുവിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ എഴുതിയ ഒരു ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ തന്നെ ഇന്ത്യക്കാർ സ്വർണം വിൽക്കുന്നത് കുറഞ്ഞു, പണയം വയ്ക്കുന്നത് കൂടിയെന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അപ്പം ഞാൻ ഈ ആഡിന് എന്തുകൊണ്ട് മിസ്ലീഡിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2016 തൊട്ട് 2026 വരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തപ്പോഴത്തേക്ക് 2016 ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 22,000 രൂപയാണ്. 22,000 രൂപയാണ് 2016 ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇന്ന് ഈ മൊമെന്റിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിന്റെ വില ഒരു പവന് 1,14,000 രൂപയാണ്. സ്വർണത്തിന്റെ വിലയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇതിൻ്റെ മേക്കിംഗ് ചാർജ് എല്ലാം വരും, അതൊന്നും ഞാൻ പറയുന്നില്ല. സ്വർണത്തിന്റെ വില 2016 22,000 രൂപയായിരുന്നു കേരളത്തിൽ ഒരു പവൻ എന്നുണ്ടെങ്കിൽ ഇന്ന് ജസ്റ്റ് 10 years കഴിയുമ്പോൾ അതിന്റെ വില 1,14,000 രൂപ. അതായത് സ്വർണത്തിന്റെ വില 10 വർഷം കൊണ്ട് 5 മടങ്ങിലേറെ വർദ്ധിച്ചു. അപ്പൊ സ്വർണത്തിന്റെ വില 10 വർഷം കൊണ്ട് 5 മടങ്ങിലേറെ വർദ്ധിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊമ്മോഡിറ്റി പറഞ്ഞു തരാമോ ലോകത്തുള്ള ഇങ്ങനെ 5 മടങ്ങ് 10 വർഷം കൊണ്ട് വാല്യൂ കൂടിയ വേറൊരു സംഭവത്തിന്റെ? നിങ്ങളൊരു ബാങ്കിൽ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റിൽ 10 വർഷം കൊണ്ട് പോലും ഇരട്ടിയാവാത്തൊരവസ്ഥയാണ്. ഇനി നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിയിടുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 5 മടങ്ങ് അതിന്റെ മൂല്യം വർദ്ധിക്കുമോ? ഇല്ല, വർദ്ധിക്കൂല. ചിലപ്പോൾ കുറച്ച് വർദ്ധിക്കുമായിരിക്കും, ചിലപ്പോൾ ഇരട്ടിയാവുമായിരിക്കും ഒരു പക്ഷേ. അതുപോലെ സാധ്യത കുറവാണ്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷം കൊണ്ട് 5 മടങ്ങ് മൂല്യം വർദ്ധിക്കൂല. ചിലർ പറയും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ചില സ്റ്റോക്കുകളിൽ മാത്രമേ ഈ 10 വർഷം കൊണ്ട് 5 മടങ്ങ് വർധനയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു കൊമ്മോഡിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് ഇതുപോലെ വാല്യൂ കൂടുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെന്റ് സ്വർണം മാത്രമാണ്. ഇനി സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തമാശ പോലെ നമുക്ക് പറയാവുന്ന ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കഥയല്ല, ആക്ച്വലി അതൊരു ഹിസ്റ്ററിയാണ്. കഴിഞ്ഞൊരു 25-26 വർഷത്തെ ഹിസ്റ്ററി. 2000 ഒരു പവൻ സ്വർണത്തിന്റെ വില ഏതാണ്ട് 3,500 രൂപയായിരുന്നു. അന്ന് 100 പവൻ സ്വർണം ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ വാങ്ങാം. സാധാരണക്കാരൻ മീൻസ് മിഡിൽ ക്ലാസ്. അപ്പം 100 പവൻ സ്വർണം ഒരാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു കരുതിക്കോ. അന്ന് 100 പവൻ സ്വർണത്തിന്റെ വില 3.5 ലക്ഷം രൂപയായിരുന്നു 2000. 2000 100 പവൻ സ്വർണത്തിന്റെ വില എത്രയാണ്? 3.5 ലക്ഷം രൂപ. അയാൾ ആ സ്വർണത്തിന്റെ 100 പവൻ സ്വർണം ഉണ്ടായിരുന്നു, ആ സ്വർണം ഉപയോഗിച്ച് അയാൾ എന്തെങ്കിലും വാങ്ങാൻ തീരുമാനിച്ചെന്ന് കരുതിക്കോ. 100 പവൻ സ്വർണത്തിന്റെ വിലയായ 3.5 ലക്ഷം രൂപ വെച്ച് അന്ന് അദ്ദേഹത്തിന് ആ സ്വർണം വിട്ടിട്ട് മാരുതി കാർ വാങ്ങായിരുന്നു. മാരുതിയുടെ സാധാരണ 800 കാർ വാങ്ങായിരുന്നു. അതായിരുന്നു അന്നത്തെ സ്വർണത്തിന്റെ വാല്യൂ കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു സാധനം. എല്ലാവർക്കും മനസ്സിലാവുന്നൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്.
അപ്പം 100 പവൻ സ്വർണത്തിന് 2000 എന്ന് പറയുന്ന വർഷത്തിൽ 3.5 ലക്ഷം രൂപയാണ് വില. അന്ന് 3.5 ലക്ഷം രൂപ എടുത്ത് നമുക്കൊരു മാരുതി കാറേ വാങ്ങാൻ പറ്റും. ഇതേ സ്വർണം പുള്ളി കീപ്പ് ചെയ്തിരുന്നെന്ന് കരുതിക്കോ, അത് ഒരു 2005 കാലഘട്ടം ആകുമ്പോൾ അതിന്റെ വില 100 പവൻ സ്വർണത്തിന്റെ വില 7 ലക്ഷം രൂപയായിട്ട് മാറിയാണ്. 3.5 ലക്ഷം രൂപയായിരുന്നു 2000-ൽ, അത് 2005 ആകുമ്പോൾ 7 ലക്ഷം രൂപയായിട്ട് മാറുന്നു. അന്ന് വേണമെങ്കിൽ ഒരു മാരുതിയുടെ എസ്റ്റിലോ കാറോ അങ്ങനെയൊക്കെയുള്ള മാരുതിയുടെ കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം കാർ വാങ്ങാമായിരുന്നു. മാരുതിയുടെ തന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതേ സ്വർണം അദ്ദേഹം 2010 വരെ സൂക്ഷിച്ചിരുന്നത് കരുതിക്കോ. 2000-ൽ ഒരു പവൻ സ്വർണത്തിന് 3500 രൂപയായിരുന്നത് 2010 ആകുമ്പം 14,000 രൂപയാണ്. അപ്പോഴത്തേക്ക് 2010-ൽ 100 പവൻ സ്വർണത്തിന്റെ വില എത്രയായി? 14 ലക്ഷം രൂപയായി. ഈ 14 ലക്ഷം രൂപ വെച്ച് അദ്ദേഹത്തിന് ഈ സ്വർണം വിട്ടിട്ട് ഒരു കൊറോള ഓൾട്ടിസ് കാർ വാങ്ങാമായിരുന്നു. കൊറോള ഓൾട്ടിസ് കാർ ടൊയോട്ടയുടെ. അപ്പോൾ മാരുതി മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ 2000-ൽ. പക്ഷെ 2010 വരെ കീപ്പ് ചെയ്ത 10 വർഷം കൊണ്ടത് കൊറോള ആൾട്ടിസ് വാങ്ങാനുള്ള വിലയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയാണ്. ഇനി 2015-16 ആകുമ്പോൾ അതിന്റെ വില ഏതാണ്ട് 20 ലക്ഷം രൂപയായിട്ട് മാറിയാണ് 100 പവൻ സ്വർണത്തിന്റെ വില. അന്ന് നമുക്ക് ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ പറ്റും. 2016 സമയമായപ്പോഴത്തേക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങാൻ പറ്റും ഈ പറഞ്ഞ സ്വർണത്തിന്റെ വില വെച്ച്. 2020 ആകുമ്പോഴത്തേക്ക് ഇതേ സ്വർണത്തിന്റെ വില 100 പവൻ സ്വർണത്തിന്റെ വില ആവുന്നത് 40 ലക്ഷം രൂപയാണ്. 2020-ൽ ഏതാണ്ട് 40,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 2020 ആകുമ്പോൾ അപ്പം 100 പവൻ സ്വർണത്തിന്റെ വില 40 ലക്ഷം രൂപയാണ്. അന്ന് നമുക്ക് വേണമെങ്കിൽ ഫോർച്യൂണർ, ടൊയോട്ടയുടെ ഫോർച്യൂണർ ആ സ്വർണം വെച്ച് വാങ്ങാം. അല്ലെങ്കിൽ നമ്മളുടെ BMW X1-നൊക്കെ അന്ന് ആ സമയത്തെ വിലയുള്ളൂ, ആ വിലയേ ഉള്ളൂ, 40 ലക്ഷം രൂപയോളേ ഉള്ളൂ. ഇനി അത് 2025, അതായത് കഴിഞ്ഞ വർഷം ആകുമ്പം ഈ 40 ലക്ഷം രൂപ 100 പവൻ നമ്മൾ 100 പവൻ അന്ന് 2000-ൽ വാങ്ങിയത് കീപ്പ് ചെയ്തിരുന്നെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. 2025 ആകുമ്പോൾ അതിൻ്റെ വില 1,04 ലക്ഷമായി മാറും. ആവറേജ് വാല്യൂ ഒരു പവൻ സ്വർണത്തിന് 1,04,000 രൂപയായിട്ട് മാറുന്നു 2025 അവസാനമാകുമ്പോഴത്തേക്ക്. അപ്പോൾ 1,04 ലക്ഷമായിട്ട് മാറും അയാളുടെ 100 പവൻ സ്വർണത്തിൻ്റെ വില. അന്ന് അയാൾക്ക് 2000-ൽ മാരുതി 800 മാത്രം വാങ്ങാൻ പറ്റുന്ന സ്വർണത്തിൻ്റെ മൂല്യം ഇന്ന് BMW X3 വാങ്ങാവുന്ന മൂല്യത്തിലേക്ക് മാറി. BMW X3-ക്ക് ആക്ച്വലി 1,04 ലക്ഷം ഒന്നും ഇല്ല, 96 ലക്ഷമൊക്കെയാണ് എൻ്റെ മാക്സിമം വില. ഞാൻ എന്നാലും BMW X3 ഒന്ന് കൂട്ടുകയാണ്. 1,04 ലക്ഷം രൂപയാണ് എൻ്റെ വാല്യൂ 2025 ആകുമ്പം. 2026-ൽ ഇന്ന് ഈ മൊമെൻറ്റിൽ ഞാൻ ഈ സംസാരിക്കുന്ന ദിവസം സ്വർണത്തിൻ്റെ വില 1,14,000 രൂപയാണ് മാർക്കറ്റിൽ, കേരള മാർക്കറ്റിൽ. അപ്പം ആ 100 പവൻ സ്വർണ്ണം ഞാനാണ് 2000-ൽ ഈ സ്വർണ്ണം വാങ്ങിയെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നിരുന്നാൽ അതിൻ്റെ വാല്യൂ 1,14 ലക്ഷം രൂപ. 2000-ൽ ഞാൻ ആ 100 പവൻ സ്വർണ്ണം വിറ്റ് എനിക്കൊരു മാരുതി കാറാണ് വാങ്ങാൻ പറ്റുന്നെങ്കിൽ ഇന്ന് ഈ മൊമെൻറ്റിൽ ഈ 1,14 ലക്ഷം രൂപ എനിക്ക് കിട്ടും സ്വർണം. അതേ സ്വർണം വിറ്റാൽ, അതേ ആ സ്വർണം വിട്ട് ഈ 1,14 ലക്ഷം രൂപ കൊടുത്ത് എനിക്കൊരു BMW X5 കുറച്ചുകൂടെ വിലയാവും. അല്ലെങ്കിൽ എനിക്ക് റേഞ്ച് റോവർ മേടിക്കാം, അല്ലെങ്കിൽ BMW X5 ഒന്ന് കൂട്ടിക്കോ. BMW X5 എന്ന് പറഞ്ഞാൽ സൂപ്പർ ലക്ഷറി കാറാണ്. അല്ലെങ്കിൽ റേഞ്ച് റോവറിൻ്റെ ചില മോഡലുകൾ 1,15 ലക്ഷം രൂപയാണെന്ന് അതിൻ്റെ വില. അപ്പം 2000-ൽ 3,500 രൂപ ഉണ്ടായിരുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വില 26-ാം വർഷം തികയുമ്പോൾ അതിൻ്റെ എത്ര മടങ്ങായി മാറുന്ന നോക്കി, 1,14,000 രൂപ. അന്ന് 100 പവൻ സ്വർണത്തിന് 3.5 ലക്ഷം രൂപയായിരുന്നത് ഇന്ന് അതിൻ്റെ വില 1,4 കോടി രൂപയ്ക്ക് അടുത്തെത്തി നിൽക്കുന്നു. 3.5 ലക്ഷം രൂപ ഇവിടെ കിടക്കുന്നു, 1,4 കോടി രൂപ ഇവിടെ കിടക്കുന്നു. അന്ന് 3.5 ലക്ഷം രൂപയുടെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞൊരു മാരുതി കാർ വാങ്ങാൻ പറ്റുന്ന വാല്യൂ. ഇന്ന് 1,4 കോടി രൂപയ്ക്ക് അടുപ്പിച്ചായപ്പോഴത്തേക്ക് BMW X5-ഓ റേഞ്ച് റോവറോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നു. ഞാനിത് കാറിൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞു വെച്ചാൽ അതാകുമ്പം ആർക്കും പെട്ടെന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റും ആ വാല്യൂ ഇൻക്രീസ്. ഇനി കഴിഞ്ഞ 25-26 വർഷമാണ് എടുത്തത്. കഴിഞ്ഞ 10 വർഷത്ത് മാത്രം എടുത്താൽ കഴിഞ്ഞ 2016-ൽ സ്വർണത്തിൻ്റെ വില ഏതാണ്ട് 20-22,000 രൂപയിലാണ് കിടക്കുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വില. അന്ന് 100 പവൻ സ്വർണത്തിന് ഏതാണ്ട് 22 ലക്ഷം രൂപ ഉള്ളൂ. ഇന്ന് 26 10 വർഷം കൊണ്ട് അത് ഏതാണ്ട് 1,4 കോടി രൂപയിലേക്ക് കൂടുകയാണ് ഒരു 100 പവൻ സ്വർണത്തിൻ്റെ വാല്യൂ. 5 മടങ്ങ് വർധന. വേറെ ഒരു കമ്മോഡിറ്റിക്ക് ആ വർധന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ മൂല്യം കൂടുന്ന ഒരു സാധനമാണ് നമ്മളത് വിറ്റ് തുലയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ആ ജുവലറിയുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് പൈസയുടെ ആവശ്യം കുറച്ചുകൂടെ കൂടുതലൊന്നും നമ്മളെ കയ്യിൽ സ്വർണ്ണമില്ല, വീടാണ് കയ്യിലുള്ളത്. അപ്പോൾ വീട് നമ്മൾ പ്ലഡ്ജ് ചെയ്താൽ സാധാരണ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സാമ്പത്തിക ആവശ്യം നിറവേറ്റുന്ന വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ അതൊന്നും പ്ലഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ അപ്പോഴേ ഇത് വിറ്റ് തുലച്ചിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിക്കൊള്ളണം എന്നുള്ളൊരു ഇതാണ്. അപ്പം ഇത് ഒരു തെറ്റായ സാമ്പത്തിക ഉപദേശമാണ്. ഇത്തരത്തിലുള്ള തെറ്റായ സാമ്പത്തിക ഉപദേശങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല. ഇത് സ്വർണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ഇല്ല. പക്ഷെ നമ്മൾ മലയാളികൾ കുറച്ച് മണ്ടന്മാരായതുകൊണ്ട് നമ്മൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം എടുക്കാറുള്ളതാണ് സത്യം.
ഞാൻ ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിളിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഹിന്ദുവിലെ ആർട്ടിക്കിളിൽ വേറൊരു കാര്യം അവർ പറയുന്നുണ്ട്. നമ്മളെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജെൻസി തൊട്ട് അങ്ങോട്ട് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ തൊട്ട് ബാക്കിലൊക്കെയുള്ള മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്ന 30 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ, ജോലി കിട്ടിയവർ, ശമ്പളം കിട്ടുമ്പോൾ അവർ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. അവർ എങ്ങനെയാണ് സ്വർണ്ണം നിക്ഷേപിക്കുന്നത് അറിയാമോ? ഇതുപോലെ ജ്വല്ലറികളിൽ നിന്ന് ആഭരണം വാങ്ങിയിട്ടല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ജ്വല്ലറി ബേസ്ഡ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിമാൻഡ് കുറയുക. അവർ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് എന്ന് പറയുന്നത് ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ETF ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ETF എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ ഗോൾഡിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് ഈ കൊമോഡിറ്റി ആയിട്ട് എന്നെ വാങ്ങിയേ പറ്റുള്ളെങ്കിൽ ആഭരണം വാങ്ങാതെ ബാറുകൾ വാങ്ങാം, ഗോൾഡ് ബാറുകൾ. പക്ഷെ അപ്പോഴും നമുക്ക് ഈ കീപ്പ് ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി ബാങ്കിൽ കൊണ്ട് ലോക്കറി വെക്കാന്ന് വെച്ചാൽ അവിടെ അതിന് ചാർജ് കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ETF വാങ്ങാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. ഗോൾഡിന്റെ അന്നത്തെ വിലയ്ക്ക് ആ സാധനം കിട്ടും. നമുക്ക് ഒരു മേക്കിംഗ് ചാർജും കൊടുക്കേണ്ട, ഒന്നും വേണ്ട. വിൽക്കുന്ന സമയത്ത് അന്നത്തെ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൽ എങ്ങനെ നിക്ഷേപിക്കാം? ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അപ്പോൾ അതിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മളെ വാല്യൂയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതല്ല, അതിൽ മേക്കിംഗ് ചാർജ് കൊടുക്കണോ? ഇതിലൊന്നും മേക്കിംഗ് ചാർജ് കൊടുക്കണ്ട. വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ച് കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിയും വേണ്ട. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണം വേണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ജ്വല്ലറി പോയാൽ അതിന്റെ മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ വലിയ വിലയാവത്തില്ലേ? അതേസമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1 ഗ്രാം സ്വർണ്ണത്തിന് ഏതാണ്ട് 15,000 രൂപയോളം ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ 14,000 രൂപ. മേക്കിംഗ് ചാർജ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് വെച്ചൊരു ആഭരണമാണ് മേടിക്കുന്നത്, പിന്നെ എക്സ്ട്രാ ആവും. അതേസമയത്ത് നിങ്ങളെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ, 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണം വാങ്ങാൻ പറ്റും ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ. അതായത് ETF-ലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പൊ ഇന്ത്യയിലെ ജെൻസി, അതുപോലെ ഇന്ത്യയിലെ ജെൻസിക്ക് തൊട്ട് മുമ്പുണ്ടായ തലമുറയായ മില്ലേനിയൽസ് എന്നൊക്കെ അറിയപ്പെടുന്നവർ, അവരുടെ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. അവർ പക്ഷേ ജ്വല്ലറി പോയി എല്ലാം നിക്ഷേപിക്കുന്നത്, അവർ നിക്ഷേപിക്കുന്ന ഇത്തരം മാർഗ്ഗങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ഇത്തരം മാർഗ്ഗങ്ങളിൽ കൂടി നിക്ഷേപിച്ചാൽ നമുക്ക് ഈ മേക്കിംഗ് ചാർജ് ഒഴിവാക്കാം, നമുക്ക് മറ്റ് പല സംഭവങ്ങളും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു സമയത്ത് നമ്മളത് സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് ഇന്ത്യയിലെ വലിയൊരു ഭാഗം ചെറുപ്പക്കാർ മനസ്സിലാക്കിയ. അതുകൊണ്ട് എന്താണ് ഈ കമോഡിറ്റി ആയിട്ടുള്ള ഗോൾഡിന്റെ സെയിൽ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഇന്ത്യയിൽ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഹിന്ദു പത്രത്തിലെ ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡായ ETF അല്ലെങ്കിൽ ഇതുപോലുള്ള കൊമോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗോൾഡ് ബാറുകൾ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിന്റെ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്കൊരു ETF ഒക്കെ എടുക്കണമെങ്കിൽ, നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് ETF ഒക്കെ വാങ്ങണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ഒരുപാടും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് ത്രൂ ഓൺലൈൻ തന്നെ പല പ്ലാറ്റ്ഫോംസിലും ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉൾപ്പെടെ എടുക്കാൻ പറ്റും. ഇനി ഡിമാറ്റ് അക്കൗണ്ട് പോലുള്ള തലവേദനയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അതിന് വേണമെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ അഡ്വൈസറെ സമീപിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതല്ല, നമ്മൾ ആഭരണത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല. ഇത്രയും ലാഭം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ലാഭം ഉണ്ടാവും. അതേസമയത്ത് മേക്കിംഗ് ചാർജ് ഒക്കെ കൊടുത്ത് സ്വർണ്ണത്തിന്റെ ആഭരണത്തിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം ഉണ്ടാവും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് അത്രയും ലാഭം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും സ്വർണ്ണം നിങ്ങൾ വിൽക്കരുത്. നിങ്ങൾക്ക് അത്രയും വലിയ സാമ്പത്തിക ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പണയം വയ്ക്കുമ്പോൾ അത് മാത്രമല്ല ഇതിൽ ഗുണം ഉണ്ടാകും. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടെ ഉണ്ടാവും. നിങ്ങളെ വലിയൊരു വാല്യൂ തരുന്ന കമ്മോഡിറ്റി ഇതൊരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസായ ഇപ്പം സ്ഥാപനങ്ങളുണ്ടല്ലോ പലതും, അവരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ പണയം വെച്ചേക്കാണ്. അപ്പോൾ ഈ പണയം വെച്ചേക്കുന്ന ബോധം നിങ്ങളെ മനസ്സിൽ കാണും. ഇത് ഇത്ര കാലത്തിനകത്ത് തിരിച്ചെടുക്കാൻ ഇത്ര ആവും എന്ന് നമുക്കറിയാം. അത് വെച്ച് അതിനുവേണ്ടി നമ്മൾ കുറേശ്ശെ സേവിങ്സ് ഡെയിലി ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു മന്തിൽ നമ്മളെ വരുമാനത്തിൽ നിന്ന് അവർ കുറച്ച് മാറ്റി വയ്ക്കുക. എന്തിനാണ്? ഈ സ്വർണം പ്ലഡ്ജ് ചെയ്ത് തിരിച്ചെടുക്കാൻ. അങ്ങനെ തിരിച്ചെടുത്തിട്ട് നമുക്കത് വീണ്ടും റീയൂസ് ചെയ്തുകൂടെ? കാര്യം ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫുൾ ഹിസ്റ്ററി എടുത്ത് നോക്ക്. നിങ്ങൾക്ക് AI പ്ലാറ്റ്ഫോംസിനോട് ചോദിച്ചു നോക്ക്, ഒരിക്കൽ പോലും സ്വർണ്ണത്തിൻ്റെ വില പറഞ്ഞില്ല. കുറയും ചിലപ്പോൾ ഒരു 5-6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ഒക്കെ, പിന്നീട് അങ്ങോട്ട് കയറിയാണ്. അപ്പോൾ ഇത്രയും എന്തുകൊണ്ടാണ് ഗോൾഡിന് ഇങ്ങനെ വില കൂടുന്നത്? ഗോൾഡിന് ഇങ്ങനെ വില കൂടുന്നതിന് മെയിൻ റീസൺ നമ്മളുടെ ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ. നമ്മളുടെ ഇറാൻ ക്രൈസിസ്, ഇറാനിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ യമൻ്റെ ഒരു കടലിടുക്കുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബാബ് സംതിങ് എന്നാണ്. അപ്പോൾ അതുവഴി പിന്നീട് പലപ്പോഴും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നു. അതുപോലെ പിന്നീട് ട്രംപിന്റെ പല തീരുവകളും അങ്ങനെയുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുന്ന ലോകത്തിലെ അരക്ഷിതാവസ്ഥകൾ. ബാബ് അൽ മാൻഡേബ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ ഹൂദീസിന്റെ
ആ മേഖലയിൽ വരുന്ന യമന്റെ ആ ഒരു മേഖലയിൽ വരുന്ന പിന്നീട് കടലിടുക്കിന്റെ പേര്. അപ്പൊ അവിടെയും സൗദിയുടെ കപ്പലുകളൊക്കെ ഈ ഹൂതീസ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രംപിന്റെ ടാരിഫ്സ് ലോകത്തുണ്ടാക്കുന്ന ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം, അതുപോലെ ലോകത്ത് ഇതുമൂലം ഉണ്ടാകുന്ന പണപ്പെരുപ്പങ്ങൾ, ഇതെല്ലാം ഗോൾഡിന്റെ ആവശ്യകത കൂട്ടുന്നുണ്ട്. അപ്പം ഗോൾഡിൽ കൂടുതലായിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ലോകം നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തിയുള്ള ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണല്ലോ. അപ്പോൾ അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് ആണ് അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക്. നമ്മളുടെ റിസർവ് ബാങ്കിന് ഇക്വലന്റ് ആണ് അമേരിക്കയുടെ ഫെഡറൽ റിസർവ്. ഇവർ പലിശ നിരക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അവർ പലിശ നിരക്ക് കുറച്ചാണ് ഇപ്പോൾ വച്ചേക്കുന്നത്. പലിശ നിരക്ക് കുറച്ച് വെച്ചേക്കുന്ന സമയത്ത് ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഈൽഡ് കുറവായിരിക്കും. അപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്യും? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതലായിട്ട് വരും. അപ്പം ഈ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടും. അതായത് അമേരിക്കയിലെ പലിശ നിരക്ക് കൂടിയാൽ സ്വർണ്ണത്തിന്റെ വില താൽക്കാലികമായിട്ട് കുറച്ച് കുറയും, പക്ഷെ വീണ്ടും അത് കൂടും. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പലിശ നിരക്ക് കൂട്ടാറൊക്കെയുണ്ട്. അപ്പോൾ ഒന്ന് ഗോൾഡിന്റെ വില കുറഞ്ഞിട്ട് വീണ്ടും കൂടും. അപ്പം ഇങ്ങനെയുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ലോകത്ത് എപ്പോഴും ഉണ്ട്. അത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ഹാവൻ, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, ഒരു കൊമോഡിറ്റി എന്നുള്ള രീതിയിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്ന ഗോൾഡിൽ ഇനിയും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് തുടരും. അതുപോലെ നമ്മളെ പത്രങ്ങൾ ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് നമ്മളുടെ കേരളത്തിലെ നമ്പർ 1 പത്രം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ കാണുന്ന അവരുടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്, സ്വർണ്ണത്തിന്റെ വില കുറയും 1,00,000 താഴെ പോകാൻ പോകുന്നു എന്നും പറഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ വല്ല ജ്വല്ലറി, അദ്ദേഹം ഒരു സ്വർണ്ണക്കടയുടെ പേര് പറഞ്ഞു, അതിൻ്റെ അകത്ത് പറയുന്നില്ല, അവരോട് വിളിച്ച് ചോദിച്ചിട്ടായിരിക്കും ഇതൊക്കെ എഴുതുന്നത്. അല്ലാതെ അന്താരാഷ്ട്ര വിശകലനം നടത്തി ഇതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഗോൾഡ്മാൻ സാഷ് ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ, അവരൊക്കെ പറയുന്ന അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന് ബുള്ളിഷാണ്. അതായത് അതിൻ്റെ വില കൂടിയേ പോകുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം, ഒരു പ്രശ്നമല്ല. അല്ലാതെ പത്രമുത്തശ്ശി പറയുന്നത് ചുമ്മാതെ നമ്മളെ ആൾക്കാരെ ഒരു സെൻസേഷണലിസം ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാർ അവരെ ഫേസ്ബുക്ക് ലിങ്ക് തുറന്നു നോക്കുക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം ഒരു ദിവസം കൊണ്ട് 4-5 തവണ ഈ ന്യൂസ് ഇടുമായിരുന്നു. സ്വർണ്ണത്തിന്റെ വില 1,00,000 താഴെ പോകാൻ പോകുന്നു, ഉടനെ പോകും, ഇന്ന കാരണങ്ങളുണ്ട്. അപ്പൊ എന്ത് കള്ളമാണ് എഴുതി വിടുന്നത്? അല്ലെങ്കിൽ അവർക്ക് വിശകലനം ഇല്ലാതാണ് എഴുതി വിടുന്നത്. അപ്പം അത് ആ വാർത്ത വന്ന് ഇപ്പൊ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഏതാണ്ട് എനിക്കൊന്ന് 7,000-8,000 രൂപ കേരളത്തിൽ ഗോൾഡിന് കൂടി. അപ്പൊ ഗോൾഡ് ഒരിക്കലും വിറ്റ് തൊലയ്ക്കരുത്. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു സാമ്പത്തിക മൂല്യമുള്ളൊരു സാധനം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് പ്ലഡ്ജ് ചെയ്യുക. പ്ലഡ്ജ് ചെയ്തിട്ട്, ഇത് നാഷണലിസ്റ്റ് ബാങ്കുകളിലൊക്കെ വളരെ മാന്യമായ പലിശയാണ് ഉള്ളത്, അത് നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, പ്രോപ്പറായിട്ട് അതിനുള്ളൊരു മാർഗം കണ്ട് അത് തിരിച്ചെടുക്കുക. അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2000-ൽ 100 പവൻ സ്വർണം വെച്ച് ഒരു മാരുതി 800 കാറേ വാങ്ങാൻ പറ്റുള്ളായിരുന്നു. ഇന്ന് 2026-ൽ 100 പവൻ സ്വർണം വെച്ച് നിങ്ങൾക്ക് ഒരു BMW X5 വരെ വാങ്ങാൻ പറ്റും. ഒരേ സാധനമാണ്, 100 പവനാണ് നിങ്ങൾ കയ്യിരിക്കുന്നത്. ഇനി ഒരു വിശകലന വിദഗ്ധൻ പറഞ്ഞേക്കുന്നത് 2040 ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 100 പവൻ സ്വർണം വെച്ച് ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റുമെന്നാണ്. ആ രീതിയിൽ അതിൻ്റെ വർധന ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മിസ്ലീഡിങ് പരസ്യങ്ങളിൽ വശംവദരാകാതിരിക്കുക. യഥാർത്ഥത്തിൽ ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കൊക്കെ പരാതി എടുക്കേണ്ട ഒരു മെറ്റീരിയലാണ് ഈ കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട പല ആൾക്കാർ ഇത് കേട്ടിട്ട് ചെന്ന്, കാര്യം എന്തിനാ ഇവർ ഇത് വിൽക്കാൻ പറയുന്നത്? അവരൊക്കെ അത് വാങ്ങിയവർക്ക് ഭയങ്കര ലാഭമല്ലേ. കാര്യം പണ്ട് അവർ മേക്കിംഗ് ചാർജും മേടിച്ച് നിങ്ങളെന്ന് വിറ്റ സ്വർണ്ണമാണത്. അത് തിരിച്ച് നിങ്ങളെന്ന് വാങ്ങി അവർക്ക് സ്വർണ്ണത്തിന്റെ വില മാത്രം തന്നാൽ മതി. വീണ്ടും ഒരു തേച്ചും എനിക്ക് മേക്കിംഗ് ചാർജ് ആയിട്ട് വീണ്ടും വിൽക്കും, അല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യും. അവർക്ക് വൻ ലാഭമാണ്. അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ നമ്മൾ വെറുതെ കരുവായി നിന്ന് കൊടുക്കരുത്. അതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം.